നമസ്കാരം. പരസ്പരം ഓരോരുത്തരും അനാസ്ഥ ഓരോരുത്തരുടെയും തലയിൽ വെച്ചു കെട്ടി എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും വൈദ്യുതാഘാതമേറ്റു പൊലിഞ്ഞുപോയ ഒരു നിഷ്കളങ്ക ബാല്യത്തിന്റെ വേദനയുടെ പാപക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്കൂൾ അധികൃതർക്കോ KSEBിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ ഒന്നും ഒരിക്കലും സാധിക്കില്ല. ആരും ആരെയും പഴിച്ചിട്ടിനി ഒരു കാര്യവുമില്ല. സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്ന ലക്ഷങ്ങൾ കൊണ്ടോ സഹായ പ്രവാഹങ്ങൾ കൊണ്ടോ തിരിച്ചുപിടിക്കാൻ കഴിയുന്നതല്ല ആ പാവം കുഞ്ഞിന്റെ ജീവൻ. ഏതൊരു മനുഷ്യന്റെയും മനസാക്ഷിയെ ഉലയ്ക്കുന്നതായിരുന്നു ആ ദാരുണ സംഭവവും വേണ്ടപ്പെട്ടവരുടെ നിലവിളിയും. കരിങ്കല്ലും അലിഞ്ഞു പോകുന്ന ദയനീയത എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കൊല്ലത്തിന്റെ സ്വന്തം മന്ത്രി ചിഞ്ചുറാണിക്ക് ഇതൊക്കെ നിസ്സാരം. ആയിരക്കണക്കിന് മനുഷ്യർ മരിക്കുകയും ജനിക്കുകയും ചെയ്യുന്ന ലോകത്തിൽ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവമായിരുന്നു മന്ത്രിക്ക്. അല്ലെങ്കിൽ പിന്നെ എത്ര വിവരമുണ്ടായിട്ടായിരുന്നിരിക്കും കുട്ടിയുടെ പ്രവൃത്തിയാണ് ദുരന്തം വരുത്തിവെച്ചതെന്നുള്ള മുൻപിൻ നോക്കാതെയുള്ള മറുപടിയും അതിനുശേഷം യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത സൂമ്പയുടെ പേരിലുള്ള തുള്ളലും. കുട്ടികളുടെ സ്വത്താണ് കുട്ടിത്തം. കുട്ടിത്തത്തിന്റെ സ്വഭാവങ്ങളും പക്വതക്കുറവും തിരിച്ചറിവുകളും ഇല്ലാതിരുന്നത് കൊണ്ടാണ് അവർ കുട്ടികളാകുന്നത്. കുട്ടികളുടെ കുട്ടിത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് അപകട സാധ്യതകളെ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് മുതിർന്നവരാണ്. പച്ചയ്ക്ക് പറഞ്ഞാൽ വലിയ അലംഭാവം കാണിച്ചിട്ട് അത് കുട്ടിയുടെ തലയിൽ കെട്ടിവെച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച മന്ത്രിയുടെ പക്വതക്കുറവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നാനാഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബോധവും വിവരവും ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മിണ്ടാതിരിക്കാനുള്ള വകതിരിവെങ്കിലും കാണിക്കാൻ കഴിയണം മന്ത്രിമാർക്ക്. പിണറായി ഭരണത്തിലെ ഏറ്റവും വലിയ പരാജയമായി പോയി അന്തവും കുന്തവും ഇല്ലാത്ത ഇത്തരം മന്ത്രിമാർ എന്ന് പറയാതെ വയ്യ. കേരളം മുഴുവൻ ആ കുഞ്ഞിന്റെ മരണത്തിൽ ഉള്ളുലഞ്ഞു നിൽക്കുമ്പോൾ സൂമ്പയുടെ പേരിലുള്ള മന്ത്രിയുടെ തുള്ളൽ ശുദ്ധ വിവരക്കേടെന്ന് തന്നെ പറയേണ്ടി വരും. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവരൊക്കെ എങ്ങനെ ജനപ്രതിനിധികളായി എന്നാണ് അറിയാൻ പാടില്ലാത്തത്. എന്നാൽ മന്ത്രിയുടെ തുള്ളലിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും രംഗത്ത് വന്നിട്ടുണ്ട്. പ്രാപ്തിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകട്ടെ, ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണമെന്നാണ് സുരേഷ് ഗോപി പ്രതികരിച്ചത്. നാവുപിഴയാണ് ക്ഷമിക്കണമെന്നും പറഞ്ഞ് മന്ത്രിയും രംഗത്ത് വന്നിട്ടുണ്ട്. ചങ്ങലയ്ക്ക് തന്നെ ഭ്രാന്തി പിടിച്ച അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ കുറെ നാളായി പിണറായി ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. KK ശൈലജ ടീച്ചർ അടക്കം കേരളം കണ്ട പ്രതിപക്ഷം പോലും കൈയടിച്ച വനിതാ മന്ത്രിമാർ ഭരിച്ച ഇടത്താണ് വകതിരിവില്ലാത്ത പലരെയും കുത്തിക്കയറ്റി അറവുശാലയാക്കി മന്ത്രിസഭ മാറ്റി പണിഞ്ഞെടുത്തത്. കുട്ടി മരിച്ച സംഭവത്തിൽ കൃത്യമായി സുരക്ഷാ മുൻകരുതലുകൾ നടപ്പിലാക്കാത്ത സ്കൂൾ മാനേജ്മെന്റ്, പ്രധാന അധ്യാപിക, വൈദ്യുതി വകുപ്പ്, സ്കൂൾ PTA, പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ ഓരോരുത്തരും കുറ്റക്കാരാണ്. അതേസമയം സംഭവത്തിൽ സ്കൂളിന്റെ ചുമതലയുള്ള AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ DEO പെൻഷൻ ആയിരുന്നാൽ AEO ആന്റണി പീറ്ററിനായിരുന്നു ചുമതലയെന്നും അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം തേടുമെന്നും മന്ത്രി പറഞ്ഞു. നടപടിയെടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റിന് നോട്ടീസ് നൽകും. പ്രധാനാധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. മാനേജ്മെന്റ് ചെയ്തില്ല എങ്കിൽ സർക്കാർ ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മുഖേന കുടുംബത്തിന് മികച്ച വീട് വെച്ചു നൽകും. ഇളയ കുട്ടിക്ക് +2 വരെ പരീക്ഷാ ഫീസ് ഒഴിവാക്കുകയും കുടുംബത്തിന് അടിയന്തര സഹായം എന്ന നിലയിൽ 3 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളിന്റെ PTA പുനഃസംഘടിപ്പിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇക്കാര്യത്തിലെ നിലപാട് അറിയിക്കാൻ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. ഇനി എന്തൊക്കെ സഹായങ്ങൾ ചെയ്താലും ഒരു ജീവൻ തിരികെ കൊടുക്കാൻ കഴിയില്ല എന്നിരിക്കെ അനാസ്ഥയായി തന്നെ നിലനിൽക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച